ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണ്. അതായത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അതിൽ തന്നെ ആ ഫണ്ടമെന്റൽ റൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഫീച്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം ഷുവർ ആയിട്ടും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും. നമ്മൾ ഒരു ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ക്ലാസ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ എടുക്കേണ്ടത്. എന്തായാലും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചേഴ്സിലേക്കാണ് കടക്കുന്നത്. അതിന്റെ മുമ്പ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത് 2-3 കാര്യങ്ങൾ. അതായത് ഇവിടെ നോക്കാം, FR, LR, CR. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്, ലീഗൽ റൈറ്റ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്, ലീഗൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഈ 3 റൈറ്റുകളും എന്താണെന്നൊന്ന് ജസ്റ്റ് ഡിഫറൻസ് എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ഏത് ഭാഗം അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് നമ്മൾ കണ്ടത്? പാർട്ട് 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നും നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം എന്നും നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് റൈറ്റ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റുകളെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റുകളെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ റൈറ്റ്സും, ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ റൈറ്റ്സുകളെയും നമ്മൾ എന്ത് തന്നെയാണ് പറയാ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് തന്നെയാണ് പറയാ. ആ ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പൊ CR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ റൈറ്റ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ റൈറ്റ്സുകളെയും നമ്മൾ എന്താ പറയാ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നാണ് പറയാ. അത് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിലുള്ള റൈറ്റുകൾ തന്നെയാണ്. ഓൾ ഓഫ് ദം ആർ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടനയിൽ തന്നെയാണ് ഈ ലീഗൽ റൈറ്റുകൾ എല്ലാം വരുന്ന ഭരണഘടനയിലാണ്. പക്ഷെ എന്താണ് അതിന്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭരണഘടനയിലുള്ള റൈറ്റ്സുകൾ തന്നെയാണ്, പക്ഷെ നിയമങ്ങൾ വഴി കിട്ടുന്ന റൈറ്റുകളായിരിക്കും. അതായത് നമ്മൾ പല റൈറ്റുകളും അമെന്റ്മെന്റിലൂടെ പാർലമെന്റ് വഴി പാസ്സാക്കിയെടുക്കുന്ന പല നിയമങ്ങളും ഉണ്ട്. അതായത് ഓൾറെഡി ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ കുറെ റൈറ്റുകൾ ഉണ്ട്. മൊത്തത്തിൽ എല്ലാ റൈറ്റുകളും നമ്മൾ കാണുന്നത്. അതിനൊക്കെ നമ്മൾ എന്ത് പറയും? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയും. പിന്നെ ചില റൈറ്റുകൾ നമ്മൾ പാർലമെന്റിലൂടെയാണ്, പാർലമെന്റിലെ നിയമങ്ങൾ പാസ്സാക്കി അമെന്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പാസ്സാക്കുന്ന കുറെ നിയമങ്ങൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് പാർലമെന്റ് നിയമങ്ങളിലൂടെ ഉണ്ടാക്കുന്ന റൈറ്റ്സുകളെയാണ് എന്ത് പറയുന്നത്? ലീഗൽ റൈറ്റ്. അപ്പൊ പാർലമെന്റ് നിയമങ്ങളിലൂടെ ഉണ്ടാക്കുന്ന റൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്നാ പറയേണ്ടത്? അത് ലീഗൽ റൈറ്റ് എന്നാണ് പറയേണ്ടത്. അതായത് നമുക്ക് നടപ്പാക്കി എടുക്കേണ്ട പല നിയമങ്ങളെ കുറിച്ചുമാണ് അതിനകത്ത് പറയുന്നുണ്ടാവുക. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലെ. അതായത് ഭരണഘടനയിലെ പാർട്ട് 3യില് നമ്മൾ കാണുന്ന ഒറിജിനൽ ഭരണഘടനയിൽ 7 എണ്ണും പിന്നീട് നമ്മൾ അതിന്ന് ഒരെണ്ണം എടുത്തു മാറ്റി ഇപ്പൊ പ്രസന്റ്ലി 6 എണ്ണമാണ് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റും ലീഗൽ റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നതിനെ കുറിച്ചൊരു ജനറൽ അവെയർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ചുമയാണ് ഗൈസ്. അപ്പോ നോക്കൂ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ലീഗൽ റൈറ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അതായത് ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിയമത്തിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ട റൈറ്റുകളാണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റും നമുക്ക് നിയമത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഒരു ലീഗൽ റൈറ്റ് ആണ്.
പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നത്, അതുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റും വരുന്നുണ്ട്, ലീഗൽ റൈറ്റും വരുന്നുണ്ട്. ലീഗൽ റൈറ്റ് എടുക്കുകയാണെങ്കിലോ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ വരുന്ന റൈറ്റുകളാണ്. അതോ അതിലേക്കൊന്നും പോണ്ട, നിങ്ങൾ മറ്റ് നമ്മൾ പറഞ്ഞെന്നുള്ള ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി, കൺഫ്യൂഷനിലേക്ക് പോണ്ട. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്, ലീഗൽ റൈറ്റ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഫീച്ചേഴ്സിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ലക്ഷ്മികാന്തിനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മികാന്തില് നിങ്ങൾ ആ ലക്ഷ്മികാന്തിന്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്, ഓർഡറിൽ തന്നെയാണ് അവർ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ഫീച്ചർ പറയുന്നത് ചില റൈറ്റുകൾ, അതായത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുന്നത് ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓൺലി ഫോർ സിറ്റിസൺസിനാണ്, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. എന്നാൽ ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്താണ്, ഓൾ പേഴ്സൺസ്, എല്ലാ ആളുകൾക്കും കിട്ടും. അതായത് സിറ്റിസൺസിന് കിട്ടും, ഫോറിനേഴ്സിന് കിട്ടും, ലീഗൽ പേഴ്സൺസിന് കിട്ടും. ലീഗൽ പേഴ്സൺസ് മീൻസ് കോർപ്പറേഷൻ, അതുപോലെ കമ്പനീസ് ഒക്കെ ഉള്ള ലീഗൽ പേഴ്സൺസ് ഇല്ലേ, അവർക്കും കിട്ടും, ഫോറിനേഴ്സിനും കിട്ടും, സിറ്റിസൺസിനും കിട്ടും. എന്ത്? ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ. എന്നാൽ ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മളെ ഇവിടുത്തെ സിറ്റിസൺസിന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈറ്റുകളാണ്. അപ്പോൾ ആ ഒരു റൈറ്റുകൾ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റുകൾ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള റൈറ്റുകൾ, അങ്ങനെ പ്രത്യേകം കോളത്തിലാക്കിയിട്ട് ലക്ഷ്മികാന്തില് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതേപോലെ പഠിച്ചു വെക്കണം. ചോദിക്കാറുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിൽ ഇവിടെ നോക്കാം, ഫണ്ടമെന്റൽ റൈറ്റ് ഓൺലി ടു സിറ്റിസൺസ് നോട്ട് ടു ഫോറിനേഴ്സ്. അതായത് വിദേശികൾക്ക് കിട്ടാത്ത ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിന്റെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ഇംഗ്ലീഷ് മലയാളം എന്ന കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മലയാളമാണ് പറ്റുന്നതെന്നുള്ളവരാണെങ്കിലും ഇംഗ്ലീഷാണ് പറ്റുന്നതെന്നുള്ളവരും ഈ ക്ലാസ് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ എക്സാം ഹാളില് ഭരണഘടന പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു പാറ്റേണിൽ പഠിച്ചാൽ നമുക്കത് ഉപയോഗപ്രദമാവുന്നൊക്കെ തോന്നുന്നത്. കാരണം എക്സാം ഹാളില് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു സൈഡിൽ ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു സൈഡിൽ മലയാളം ആയിരിക്കും. അപ്പൊ രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പൊ ഒന്നാമത്തെ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് ഏതിലാ പറയുന്നത്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 പറയുന്ന കാര്യങ്ങൾ ആർക്ക് മാത്രം അവൈലബിൾ ആണ്? ആർട്ടിക്കിൾ 15 പറയുന്ന റൈറ്റ് ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? നമ്മൾ 14 മുതൽ, അതായത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ എന്താണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തിൽ വരുന്നതാണ്? പാർട്ട് 3 വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഈ ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം. അപ്പൊ ആർട്ടിക്കിൾ 15 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. അതായത് മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ സെക്സിന്റെയോ ജനന സ്ഥലത്തിന്റെയോ ഒന്നിന്റെയും ബേസില് നമ്മൾ ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് വേർതിരിച്ച് കാണാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇത് ആർക്ക് കിട്ടുന്ന റൈറ്റ് ആണ്? നമ്മുടെ സിറ്റിസൺസിന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ഓൺലി ടു സിറ്റിസൺസ് നോട്ട് ടു ഫോറിനേഴ്സ്. അപ്പൊ ആർട്ടിക്കിൾ 15 ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അതെന്താ പറയുന്നത്? ജാതി, മതം, വർഗം, സെക്സ്, അതുപോലെ പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ ഒന്നും പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16, 15, 16. 16 എന്താ പറയുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം. അതായത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാവർക്കും ഈക്വൽ
എന്താ പറയാ ഇത് കൽപ്പിക്കണം, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, അല്ലാതെ ഒരാൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറെ രീതിയിൽ പ്രത്യേക പരിഗണന, അതൊന്നും പാടില്ല. എല്ലാവർക്കും പബ്ലിക് എംപ്ലോയ്മെന്റ്സിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. അതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ്. ഫോറിനർ വന്ന അയാൾക്ക് ഇവിടുത്തെ സർക്കാർ ജോലിയിൽ ഇതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 19 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19. അപ്പൊ 16, 15, 16, 19. 19 എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ് റിഗാർഡിംഗ് ഫ്രീഡം. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള 6, അതായത് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ച് അതിന് കിട്ടുന്ന പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ 6 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഒരു റൈറ്റ് നമുക്കുണ്ട്. ഏതൊക്കെയാണത്? അതായത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അസംബ്ലി, അതായത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണത്. അസോസിയേഷൻ, അസോസിയേഷൻ എന്ന് പറഞ്ഞാലോ സംഘടനകൾ രൂപീകരിക്കുന്നുള്ള സ്വാതന്ത്ര്യമാണ്. അടുത്തത് മൂവ്മെന്റ്, മൂവ്മെന്റ് എന്ന് പറഞ്ഞാലോ എവിടെയും, നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. റെസിഡൻസ്, അതായത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് റെസിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഫഷൻ, അതായത് മാന്യമായിട്ടുള്ള ഏതു തൊഴിലും ഇന്ത്യയിൽ ചെയ്ത് ജീവിക്കാൻ എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട്. അതാണ്, അതായത് ഇത്തരത്തിലുള്ള 6 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ആ 6 സ്വാതന്ത്ര്യത്തിന് നൽകുന്ന പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19. ഇത് ആർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 29 ആണ് കേട്ടോ പറയുന്നത്. ആർട്ടിക്കിൾ 29 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതായത് അവരുടെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ, അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 29. ഇതാണ് അടുത്തതായിട്ട് സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 30. ഏതാണ് ആർട്ടിക്കിൾ 30? ഏതൊക്കെയാണ്? എന്തായാലും പറയുന്നത്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ഈക്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടല്ലോ, മൈനോറിറ്റീസ്, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അതുപോലെ നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 30. അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? 15, 16, 19, 29, 30. 1, 2, 3, 4, 5. ഈ 5 ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ഉള്ള, അല്ലെങ്കിൽ അവർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങളാണെന്ന് അങ്ങോട്ട് പഠിച്ചു വെക്കാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോത്ത് ടു സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ്. അതായത് ഫോറിനേഴ്സിനും സിറ്റിസൺസിനും, ഇന്ത്യയിൽ ഉള്ള സിറ്റിസൺസിനും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഒരുപോലെ കിട്ടുന്ന മൗലിക അവകാശം ഏതാണ്? ഇതെന്ന് ശത്രു രാജ്യങ്ങളിലുള്ള ആളുകളില് അവരിതിൽ എക്സെപ്ഷണൽ കേസാണ്, അവർക്ക് കിട്ടൂല കേട്ടോ അത്. ഓക്കെ, അപ്പൊ നോക്കല്ലേ ഏതാണെന്ന്. ഫസ്റ്റ് വൺ പറയുന്ന ആർട്ടിക്കിൾ 14 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 14. സിറ്റിസൺസിനും ഫോറിനേഴ്സിനും ഒരുപോലെ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ, നിയമത്തിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും നിയമത്തിന്റെ തുല്യ പരിരക്ഷ ലഭിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14. ഇതാണ് എന്താണ് ഫോറിനേഴ്സിനും സിറ്റിസൺസിനും ഒരുപോലെ കിട്ടുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 അതിൽ എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവെൻഷൻ ഫോർ ഒഫൻസസ്. എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവെൻഷൻ ഫോർ ഒഫൻസസ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന
എന്താ പറയാ സംരക്ഷണം അല്ലേ, കുറ്റം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. അതായത് കുറ്റവാളികൾക്ക് 3 തരം സംരക്ഷണമാണ് കിട്ടുക. അതന്നെ ആർട്ടിക്കിൾ 20(1) ഉണ്ട്, ആർട്ടിക്കിൾ 22 ഉണ്ട്, ആർട്ടിക്കിൾ 23 ക്ലോസുകളിലായിട്ട് അത് കിടക്കുന്ന. 21 പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. അതുപോലെ തന്നെ 22 പറയുന്ന ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് 1-ലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. 23 പറയുന്നത് ക്രിമിനൽ കേസിൽ ഒരു വ്യക്തി അയാൾക്കെതിരായിട്ട് തെളിവ് നൽകാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂട്ടാ. ഇതിപ്പം നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. ഫോറിനേഴ്സിനും സിറ്റിസൺസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഏതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, എന്തിനാണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ള ആർട്ടിക്കിൾ 21 പറയുന്ന. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാല് ആർട്ടിക്കിൾ 21 ആണ്. അതിൽ നമ്മൾ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് കേട്ടാ. അതായത് പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് പുക വലിക്കുന്ന കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നൊക്കെ ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഓരോ ആർട്ടിക്കിളും നമ്മൾ ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കണം. അവിടെ എത്തുമ്പോൾ നമ്മൾ അതൊക്കെ പറയും. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21A. 21A എന്താ പറയുന്നത്? റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതായത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോ ഭരണഘടനയിൽ ആഡ് ചെയ്ത ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 21A. അപ്പൊ അതിനകത്ത് പറയുന്ന റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അതും നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് ആർട്ടിക്കിൾ 22, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൺ കേസസ്. എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 22. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് നിയമവിരുദ്ധമല്ലാത്ത അറസ്റ്റിനും അതുപോലെ തന്നെ തടങ്കലിനുമെതിരെ സംരക്ഷണം ആ വ്യക്തിക്ക് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 22 ആണ്. അതിലും നമുക്ക് ധാരാളം ഡീറ്റെയിൽസ് പഠിക്കാണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ എഴുതിയില്ല കേട്ടോ. ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, അതായത് അടിമത്വം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? ഈ ആർട്ടിക്കിൾ 23. അതായത് ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യനെ കടത്തില്ലേ അത്, അതുപോലെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കില്ലേ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഹ്യൂമൻ ട്രാഫിക്, ഫോഴ്സ്ഡ് ലേബർ, അതൊക്കെ. അപ്പൊ ആർട്ടിക്കിൾ 23. നെക്സ്റ്റ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ഏതാണ്? പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, അതായത് മെയിൻലി പറയുകയാണെങ്കിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 25 എന്താണ്? ഫ്രീഡം ഓഫ് കോൺസെൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മതം ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാത്തിനുള്ള അവകാശമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 25. ക്ലിയർ? നെക്സ്റ്റ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. എന്താണ്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. സോറി, ഇവിടെ 25 എന്നാണ് എഴുതി വെച്ചത്. 26.
ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 26. എന്താണ്? മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിള്. അപ്പൊ അതും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 27 എന്താണ് പറയുന്നത്? ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായിട്ടുള്ള അവകാശം. അതായത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 27. അതും ഫോറിനേഴ്സിനും അതുപോലെ തന്നെ സിറ്റിസൺസിനും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 28. എന്താ ആർട്ടിക്കിൾ 28 പറയുന്നത്? ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വർഷിപ്പ് ഇൻ സർട്ടൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആരാധനകളൊക്കെ അല്ലേ നടപ്പാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ വർഷിപ്സ്. ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഇൻസ്ട്രക്ഷൻസ് ഓഫ് വർഷിപ്പ് ഇൻ സർട്ടൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആരാധനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അതും സിറ്റിസൺസിനും ഫോറിനേഴ്സിനും ഒരുപോലെ ബാധകമാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത് ആർട്ടിക്കിളുകള്? ആർട്ടിക്കിൾ 14, പിന്നെ ആർട്ടിക്കിൾ 20. ഏതൊക്കെ പറഞ്ഞു? 14 പറഞ്ഞു, 20 പറഞ്ഞു. പിന്നെ നോക്കുക 20, 21, 21A, 22 അല്ലെ, 21, 21A, 22. പിന്നെയോ 24, 25 മുതൽ 28 വരെ അല്ലെ, 24 to 28. ഇത്രയും ആർട്ടിക്കിൾസുകള് സിറ്റിസൺസിനും ഫോറിനേഴ്സിനും ഒരുപോലെ എന്താ പറയാ അവൈലബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപോലെ എടുക്കാൻ പറ്റുന്ന ആർട്ടിക്കിളുകളാണ്. അല്ലെങ്കിൽ അതിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് സിറ്റിസൺസിനും, അതായത് ഇന്ത്യൻ പൗരനും പുറത്തുനിന്ന് വരുന്ന വിദേശികൾക്കൊക്കെ ഒരേപോലെയാണ്. 15, 16, 19, 29, 30 അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ആ ഫണ്ടമെന്റൽ റൈറ്റുകൾ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. ഇത് വളരെ ഒരു ചെറിയ കാര്യമല്ല, അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. എന്തായാലും ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ക്വസ്റ്റ്യന്റെ എവിടെന്നാ വന്നത്? എവിടെന്നും അല്ല, ഇതൊക്കെ എന്താ പറയാ ലക്ഷ്മികാന്ത് അങ്ങനെയുള്ള ബുക്കുകളിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ ക്ലാസ് മിസ്സാക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത്രയും ഡെപ്തിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കുള്ള നിങ്ങളുടെ ദൂരം കുറഞ്ഞു വരികയാണെന്ന് ചിന്തിക്കുക. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.